ചോദിച്ചട്ടെ, ഷൺമുഖ സാറാണോ? അല്ല, അങ്ങ് സംസാരിച്ചോണ്ടാ മതി. ആ സാറ് ചോദിക്കും, ഇന്നല്ലെങ്കിൽ നാളെ പരിചയപ്പെടേണ്ട ആളല്ലേ. ഹലോ, ഷൺമോഹൻ സാറാണോ? വണ്ടി ഓടിച്ചോണ്ടിരിക്കടാ പന്നി. ഡ്രൈവിംഗിലാണെന്ന്. ഓക്കെ, നമുക്ക് പിന്നെ വിളിക്കാം. അപ്പൊ സാറിന് പറഞ്ഞ സംഗതികൾ പിടികിട്ടിയല്ലോ. അവരാളെ ഇറക്കുമതി ചെയ്ത് പണിയുന്ന സ്ഥിതിക്ക് നമ്മളും ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും. അല്ല, അവരിറക്കി കളിച്ചാ നമ്മൾ കേറി കളിക്കും. ഒന്ന് ഇടുക്കി വരെ ചെന്ന് ആടുതോമയും കീരിക്കാടിനെയും കൊണ്ടുവരാനാ അണ്ണൻ പറഞ്ഞത്. ആ രണ്ടു പേരുകളും എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. പിന്നെ അവരൊക്കെ ഭയങ്കര ഫേമസ് അല്ലേ? സാറ് വഴിച്ചെലവിൽ കുറച്ച് കാശിങ്ങുണ്ട്. ഇടുക്കിയിലേക്കൊക്കെ ഇപ്പൊ എന്നാ ദൂരം. അങ്ങോട്ട് വിട്. വൈകാതെ രണ്ടിലൊന്നും അറിയാലോ. ഏയ്, ഇനി അധികം വൈകില്ല. അപ്പൊ പറഞ്ഞ പോലെ കോട്ടയത്ത് വന്നിട്ട് വിളിക്കാം. കോട്ടയം അല്ലടാ, ഇടുക്കി. ആ, ഇടുക്കി എങ്ങനെ ഇടുക്കി. വരട്ടെ. ഓക്കെ. ഇയാൾ ഇത്രയും മണ്ടനാണെങ്കിൽ ഇയാളെ മുതലാളി വിശ്വംഭരൻ എന്നാ മണ്ടനായിരിക്കും. മണ്ടനല്ലാതെ പിന്നെ 25 ലക്ഷം രൂപ കരക്കാർ കൊണ്ടുപോവോ? കേരള കേരള നാളത്തെ കേരള നാളത്തെ കേരള ഭാഗ്യവന്മാരെ തെരഞ്ഞെടുക്കുന്നു. നാളത്തെ കേരള സാറുമാരെ, നാളത്തെ കേരള. ഇന്നത്തെ കേരളയുടെ അവസ്ഥ കണ്ടിട്ട് നാളത്തെ കേരളക്ക് വലിയ സ്കോപ്പ് കാണുന്നില്ല ചേട്ടാ. ഭാഗ്യം വരുന്ന വഴി ഏതാന്ന് പറയാൻ ഒക്കത്തില്ല സാറന്മാരെ. ഭാഗ്യം ദേ ഇപ്പൊ ഒരു കാറിലങ്ങ് പോയതേ ഉള്ളൂ. ചേട്ടൻ ആളെ വിട്. ഒരു കുഴപ്പമുണ്ടാവില്ല, ഒരു കുഴപ്പമുണ്ടാവില്ല. ഒരു ബാബുടനല്ലേ പറയുന്നത്, കൊണ്ടുപോയ പോലെ തന്നെ ഞാൻ കൊണ്ടുവരില്ല. ഒരു കുഴപ്പമുണ്ടാവില്ല. ഇത് പോവില്ല. ആ നാളെ നാളെയാണ് നാളെ നാളെ. എന്തായിരുന്നു അത്? ഭാര്യ ഭർത്തൃ കലഹം അതോ പ്രണയപ്പിണക്കം? കോപ്പ. ഇവനാ ബാബു, നായ് ബാബു. ഏതാ എനം? കണക്ടിംഗ് പീപ്പിൾ. മാതൃഭാഷയിൽ പറഞ്ഞാൽ ലൈംഗിക തൊഴിലാളികളെ ആവശ്യക്കാരുമായി ബന്ധിപ്പിക്കുന്ന ചങ്ങല, കയർ, അങ്കിൾ, മോം. മതി മതി മതി. പഞ്ചമഹായോഗങ്ങൾ 5 കാണും. നോക്കിയാൽ ജാതകത്തില് ജന്മനാടും വീടും വിട്ട് ദൂരദേശത്ത് താമസിക്കാൻ യോഗമുള്ള കയ്യാണ്. മഹാറാണിയായി ജീവിക്കേണ്ട യോഗം വിട്ട് മനസ്സ് പറഞ്ഞ വഴിയിലൂടെ കഷ്ടനഷ്ടങ്ങൾ അറിഞ്ഞ് അനുഭവിച്ച് ജീവിക്കേണ്ടി വരുന്ന കാലമാണ്. പക്ഷേ ഭാഗ്യരേഖയും കീർത്തിരേഖയും ചേരുന്നിടത്ത് അർദ്ധചന്ദ്രാകൃതിയാണ് കാണുന്നത്. കഷ്ടനഷ്ടങ്ങൾ മാറി നല്ല കാലമാണ് വരാൻ പോകുന്നത്. ഓ, ബാബുവിനോട് കണ്ടിട്ടുണ്ടല്ലോ. എന്ത് പേര്? ആനന്ദം. ആനന്ദം, പരമാനന്ദം. പച്ച പിയേഴ്സിട്ട് കുളിപ്പിക്കണം. 2 കോട്ട് പുട്ടിയും കൂടി ഇട്ടാൽ ഇത്രയും വാങ്ങിച്ചിട്ടിട്ട് നീ ഒന്നും പറയില്ലടാ. ആരാടാ കരടി ബിജു? നിന്നെയൊക്കെ ഉണ്ടാക്കിയ തന്തയോ? ഒന്ന് ഞാൻ പറയാം, ഒരു മറ്റടുത്ത സ്വാധീനമുള്ളവനും നിന്നെ ഒന്നും രക്ഷിക്കാൻ ഇങ്ങോട്ട് കെട്ടിയെടുക്കില്ല. ചങ്ക് കലക്കിയിട്ട് ഞാനിവിടെ ഇറക്കി വിടൂ. അതിനു മുമ്പ് പറയിപ്പിച്ചിരിക്കും ആ കോളേജിൽ കാശ് കെട്ടതാരാണെന്നും കരടി ബിജുവിന്റെ മാളം എവിടെയാണെന്നും. ഒരു മയത്തിനൊക്കെ മതിയായിരുന്നു. പിള്ളേര് പിഴയാ. പുറത്തെവിടെയെങ്കിലും നാക്കിന് കിട്ടിയ അവന്മാര് പണി തരും. ആ പണി ഞാൻ മേടിച്ചോളാം. താൻ തന്റെ പാട് നോക്ക്. തടി കേടായ ആരും ഉണ്ടാവില്ല. ഒരുപാട് കാലം ജീവിക്കാനുള്ളല്ലേ സാറേ. കുഴപ്പമില്ല, തന്റെ സഹായം ഏതായാലും പ്രതീക്ഷിക്കുന്നില്ല. ദിവാര സർ, അവന്മാർക്ക് പച്ചവെള്ളം കൊടുത്തു പോരുത്. സർ. ആ, എന്നെ ആര് വിളിച്ചാലും തനിക്കോ മറ്റുള്ളവർക്കോ അറിയില്ല. മനസ്സിലായോ? ശരി സർ. ഇറച്ചിയില് മണ്ണ് പറ്റുമല്ലോ മോനെ. പഴയ ഇടിയൻ പോലീസിന്റെ ആറ്റിറ്റ്യൂഡൊക്കെ മാറേണ്ട സമയമായില്ലേ? 3rd ഡിഗ്രി ഒന്നും ഇത്ര ആളുകളുടെ അടുത്ത് ഒരു ഗുണം ചെയ്യില്ല. പ്രൊട്ടക്ട് ചെയ്യാൻ ആളുകളുണ്ടെന്ന ധൈര്യം, അതാണ് അവർക്ക് വിൽ പവർ കൊടുക്കുന്നത്. ഒരു തരത്തിൽ പോലീസ് തന്നെയാണ് ചെറുപ്പക്കാർ ആവശ്യത്തിനും അനാവശ്യത്തിനും തല്ലി ഇങ്ങനെ സീസൺ ഉണ്ടാക്കിയത്. ഇവന്മാരെ ഇടിച്ചാലൊന്നും പോരാ, ഗൂണ്ട ആക്ട് എന്ന് പറഞ്ഞണം. ബോംബെയിലെ പോലെ തലയ്ക്കൊന്നിനൊരു ബുള്ളറ്റ്. ഒരു ദിവസം കൊണ്ട് വൃത്തിയാക്കി എടുക്കാം ഈ പട്ടണം. ഉട്ടോപ്യൻ. നമ്മുടെ സോഷ്യൽ കണ്ടീഷൻസ് ബോംബെയിലേതല്ല. രോഗലക്ഷണത്തിനല്ല, രോഗത്തിനാണ് ചികിത്സ വേണ്ടത്. ആ, രാഷ്ട്രീയക്കാരെ ഇവന്മാരെ ഉപയോഗിച്ച് തുടങ്ങിയോടെയാ മൊത്തം സീൻ മാറിയത്. രാഷ്ട്രീയം തൊഴിലായി സ്വീകരിച്ച ആളുകളാണ് ഈ നാടിന്റെ ശാപം. തൊഴിലായി എന്ത് സ്വീകരിച്ചാലും അതിലെ ഉയർച്ച മാത്രം, പ്രതിഫലം മാത്രമായിരിക്കും അവരുടെ ചിന്ത. അതിനായി എന്ത് വഴിയും. മണി, മസിൽ. ഹായ്. ഹായ്. ആരാ അടുക്കള കയറിയത്? മനു ആണോ? നോ, ഇൻസ്പെക്ടർ ഉണ്ടാക്കിയ ചായ. ആ,
എന്നാ ഷുവറാ, ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടാവില്ല. പോയി നോക്ക്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച പ്ലേറ്റ്സ് കൂടെ കഴുകി വെച്ചിട്ടുണ്ട്. ആണോ? അശോകിനെ ഇന്ന് ഞാനിവിടെ പ്രതീക്ഷിച്ചില്ല. വൈ? അശോക്, ഇന്നത്തെ ദിവസം ഏതാന്ന് മറന്നൂല്ലേ? എന്താ? തലയിൽ മുഴുവൻ ഗുണ്ടകളും പൊളിറ്റീഷ്യൻസും, പിന്നെ ആവശ്യമില്ലാത്ത പലതും നിറയുണ്ടല്ലോ. എന്താ ശീല? പൂക്കളുമായി ഒരാളെ കാണാൻ പോവാറുള്ള ദിവസം ഇത്, November 1st. ഞാനെല്ലാം മറന്നു പോകുന്നു. സാരില്ല, പോയിട്ട് വാ. ലഞ്ചിന് ഞങ്ങൾ കാത്തിരിക്കും. ആരെ കാണുന്ന കാര്യ? ബെറ്റി, അശോകിന്റെ അവളുടെ ഓർമ്മ ദിവസം അന്ന്. ആ 1-ാം തീയതി സാധനം എവിടുന്ന് കിട്ടി? അതെന്ത് ചോദ്യാശാനെ, ഞാനിപ്പോ 1-ാം തീയതി അടിയുള്ളൂ. കിട്ടാതെ വരുമ്പോഴേ നമുക്ക് അടിക്കാൻ പൂതി കയറുന്നേ. ഒരെണ്ണം ഒഴിച്ച് വലി. അയ്യോ, എപ്പോഴാ കയറി വരികയെന്നറിയില്ല. മോന്റെ പ്രായമുള്ള എസ്ഐയുടെ കയ്യിൽ നിന്ന് അടി കിട്ടിയ അത് നാണക്കേടാ. അടി പിടി മാഫി പിടികളെ. ആ എന്താടാ ഇവിടെ? ഏതാ ടീം? നീ അവനൊന്ന് ഫോണിൽ പിടി. എടാ, ഫോണിൽ അവനെ ഒന്ന് പിടിച്ച് ബ്ലോക്ക് ചെയ്യേ. ഫോൺ ഓഫാണ്. ഏതാ സ്ഥലം? പറഞ്ഞതല്ലേ ഞാൻ, നല്ല പച്ച മലയാളത്തില് കേട്ടില്ല? കൊല്ലാൻ അല്ലെങ്കിൽ ചാവാൻ രാവിലെ കണ്ണും തുറന്നിറങ്ങുന്നവന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ഒരുത്തന് ദേഹം മുറിച്ച് ചോര വരുത്തിയ വിടില്ല അവന്മാര്. ഇരുളിലും മറവിലും കാത്തു നോക്കിയതുപോലെ. വാ, ഞാൻ കൊണ്ടുവിടാം. താങ്ക് യു. പൊയ്ക്കോളാം, വണ്ടിയുണ്ട്. പക്ഷെ ഷൺമുഖൻ, ഈ ടൈമിംഗ് അപാരം, ഈ സ്ഥലം, ഈ കൊട്ടേഷൻ, ആരാ ഇതൊക്കെ കൃത്യമായിട്ട് ഷൺമുഖനെ അറിയിക്കുന്നത്? കണ്ടോ, ഒരു ഉപകാരം ചെയ്തപ്പോ പാരയായി. എന്നെ ആര് വിളിക്കാൻ, എന്ത് പറയാൻ? സത്യത്തിൽ ഞാൻ ഈ വഴി പോകേണ്ടവനല്ല. ഈ വഴി പോയാൽ ഷോർട്ട് കട്ടാണല്ലോ എന്ന് കരുതി തിരിഞ്ഞു. അപ്പോഴാ. ശരി, ഇതുപോലുള്ള ഷോർട്ട് കട്ടുകളിൽ നമുക്ക് ഇനിയും കാണാം. എന്നെ കാണാൻ വേണ്ടി വഴിമാറി നടക്കണ്ട. ദിക്കറിയാതെ കുഴങ്ങി വീടത്തില്ല സമയത്തിന്. ഷൺമുഖൻ പോട്ടെ.